പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിങ്ങനെ തന്നെ ഇടുന്നത്. ഞാൻ എപ്പോഴെങ്കിലും വേറേതായിട്ട് ഒന്നിടാം ഗൈസ്. ഞാൻ ഇങ്ങനെ ഇടുന്നത് അതൊരു കാരണമുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് മിനി ക്രാഫ്റ്റ് എന്നാണ്. മൈൻക്രാഫ്റ്റ് പോലെ തന്നെ ഒരു മാറ്റമില്ല, അതേപോലെ തന്നെയുള്ള ഒരു ഗെയിമാണ് മിനി ക്രാഫ്റ്റ്. ഓക്കെ, നമുക്ക് അതിലേക്ക് പ്ലേ ഒന്ന് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോഴത്തേക്കൊരു പരസ്യം ചെയ്തിട്ടുണ്ട്, നമുക്ക് തരാതെ കൊടുക്കാനാണ്. അപ്പം ഞാൻ അതിലേക്ക് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്ത് തരാം. ഓക്കെ, റെഡി. അപ്പോൾ ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നേരത്തെ എൻ്റെ അടുത്തൊരു ബോണോ ഇങ്ങനത്തെ കുറച്ച് കട്ടയിലാണ് ഞാനിതാ ചെസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ചെസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തതാണ്. ഇത്രയും സാധനം ബാക്കിയുണ്ട്, ഇത് തീർത്തിൽ നിന്ന് എടുത്തതാണ്. അത് ഞാൻ കട്ടാക്കിയിട്ട് ആക്കിയത്. ഞാനിപ്പോൾ ഒരു സോംബി ഉണ്ടേനെ ഇവിടെ. അപ്പോൾ അതിൻ്റെ അടി കൊണ്ട് ചത്തിട്ട് ഊമ്പിപ്പോന്ന് പേടിച്ചിട്ട് ഞാനൊന്ന് ഓഫാക്കിയിട്ടാണ്. അമ്മേ ഇപ്പം പോവാനും നേരെ താഴെ ജമ്പ് അമ്മേ പേടിച്ചു. ഇതാണ് എൻ്റെ ഫാമെന്ന് പറഞ്ഞോളൂ. അമ്മേ ഗായ്സ്, ഞാൻ സോംബീൻ്റെ അടി കൊണ്ട് ഇപ്പം ചാവേനെ. ഞാൻ തുള്ളുമ്പോൾ അതുങ്ങളോടെയല്ല വരണോ. താഴെ ഒരു വില്ലേജർ ഉണ്ടേനു, പുള്ളി പറഞ്ഞതാണ് കേട്ടോ. കുറച്ച് ബീഫ് കഴിക്കട്ടെ, കുറച്ച് ക്യാരറ്റുണ്ട്, അതും കൂടി. അപ്പോൾ ഞാൻ വീണ്ടും വന്നതാണ്. അത് ഞാൻ വേക്കടിച്ചത് മറ്റേ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് കോൾ ചെയ്തിരുന്നു, അതിനാണ് ഞാൻ കൊണ്ടുകൊടുത്തതാണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി കളി സ്റ്റാർട്ട് ചെയ്യാം. അമ്മേ രാത്രി കണ്ടോ ഗൈസ്, രാത്രി പുറത്ത് വരരുത് എന്നൊരു പേടി. പുറത്ത് നേരിട്ടൊരു ഹെൽമെറ്റല്ല മറ്റേ 2 സോംബി വന്നു. അതിൻ്റെ അടുത്ത് ഹെൽമെറ്റ് ഉണ്ടോ നിങ്ങൾ കണ്ടിരുന്നു? സോംബി നിങ്ങൾ കണ്ടിക്കുക? അതൊന്നും എനിക്കറിഞ്ഞൂടെ, ഞാൻ കണ്ടിക്ക് നല്ല മുട്ടപ്പൻ. ഒന്നും കൂടി പ്ലേ കൊടുക്കണം. ഇതാ എനിക്ക് ഈ സർവൈവൽ കണ്ടോ ഗൈസ്, ഇത് കണ്ട നിങ്ങൾ എൻ്റെ ഓരോന്നും കാണണം. ഇത് കണ്ട എനിക്ക് പെരാന്ത് പിടിക്കും ഗൈസ്. ഇതെല്ലാം വർക്ക് വേൾഡ് എന്നല്ലോ ഞാൻ അറിഞ്ഞുകൊണ്ടിട്ടിയ. പക്ഷേ ഈ SSS പറഞ്ഞിട്ടുള്ള ഈ വീട്ടിൽ ക്രീപ്പറെ കാണുന്നത്. ക്രീപ്പറിനെ എനിക്ക് കണ്ടുകൂടാ, അത് തല പൊട്ടിത്തെറിച്ചൊന്നും വേറെ. ക്രീപ്പറിനെ കാണുമ്പോൾ എനിക്ക് പെരാന്ത് പിടിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞേ അതില്ലേ, അത് എനിക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ വെറുതെ അങ്ങനെ ഞെക്കി കൊടുത്ത. പിന്നെ മൈ വേൾഡ് അത് അപ്പാട് കളിച്ച്, പിന്നെ GT 2 കുത്തി കൊടുത്ത്. പിന്നെ ഇതെല്ലാം ഞാൻ പരക്കാൻ നോക്കിയ. പിന്നെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ആക്കുന്നതിന് നല്ല ഇങ്ങനെ ആക്കുന്നല്ലേ. അപ്പം ഞാൻ സ്റ്റാർട്ട് കൊടുത്തിരിക്കുകയാണ്. ഗോട്ട് ആൻ ഐഡിയ അപ്പണത്തേക്ക് പോയല്ലോ, വായിക്കും. അപ്പോൾ പ്രൊഡക്റ്റഡ് കൊടുക്കാം. ഞാൻ കളി തുടങ്ങിയിട്ട് 3 മിനിറ്റായി ഗൈസ്. എനിക്കിവിടെ നല്ല കാണുന്നുണ്ട്. 3 മിനിറ്റായി 47 സെക്കൻഡ്. അപ്പോൾ പ്ലീസ് ലോഡിങ് കാരണം ഇല്ല വേഗം ഇത് ലോഡിങ്
മൈനിങ് ഏരിയ, എൻ്റെ മൈനിങ് ഏരിയ. വേറുണ്ടായിരുന്നല്ലോ അതവിടെ, അത് ഞാൻ കാണിച്ചേരേ. അതവിടെ ഇവിടെ തീർത്തും എൻ്റെ ഫാമായിരുന്നു. അത് പറയും, അത് ഞാൻ ക്രീപ്പർ പൊട്ടിച്ചളഞ്ഞു. ക്രീപ്പർ എന്ന് പറഞ്ഞപ്പോൾ പൊട്ടി അന്നേരത്ത് തീർത്തും നശിച്ച്. കുറേ ക്രീപ്പർ ഉണ്ടായിരുന്നു. അല്ല, ഒറ്റ ക്രീപ്പറൊന്നും ഇതൊന്നും നടക്കൂലല്ലോ. പിന്നെ ഇത് കണ്ട, ഇവിടെ ഞാൻ വെച്ചേ എനക്കോലിക്കൊന്ന് പണി കൊടുക്കാനും എൻ്റെ ഫാമിൽ എനിക്കിഷ്ടപ്പെട്ട മണിക്കുട്ടി ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ മണിക്കുട്ടി എന്നിട്ട് ആരെ യൂട്യൂബ് ചാനൽ നിന്നാന്ന് നിങ്ങൾക്കറിയെങ്കിൽ കമൻറ്റ് ചെയ്യാം. എനിക്ക് പ്രിയപ്പെട്ട ഒരു യൂട്യൂബ് ചാനൽ, മൈൻക്രാഫ്റ്റ് യൂട്യൂബ് ചാനൽ ആളാണ്. പേരറിയെങ്കിൽ, യൂട്യൂബ് ചാനൽ അറിയെങ്കിൽ ലൈക്ക്. അതാണ് എനിക്ക് ഓലിക്കിട്ടൊന്ന് പണി കൊടുക്കണം. എൻ്റെ എല്ലാ മണിക്കുട്ടികളും പിന്നെ കുറച്ച് ചിക്കൻ ചില്ലീസ് ഉണ്ടായിരുന്നു. ഓല് ഒപ്പാട് വന്നളഞ്ഞു. അതിൻ്റെ ഇറച്ചി വരെ എനിക്ക് തിന്നു നോക്കില്ല. ഇറച്ചി തിന്നു നോക്കി ഒപ്പാട് പൊരിക്കാൻ പറ്റിക്കില്ല. കിട്ടിയാണ് ഇത്. ഞാൻ ഇവിടെ തീർത്തും ടികണ്ടി ഇങ്ങനെ വെച്ചിക്കണം. തീർത്തൊന്നും വെച്ചിക്കല്ലോ, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വെച്ച്. അന്നേരം എന്നിട്ട് ലൈറ്റർ എടുത്തൊറ്റ കത്തിക്കല്ലോ. ഓലെപ്പോൾ ഇവിടെയാണ് ഉണ്ടാവുക. ഞാനും മരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒത്തിക്കല. എൻ്റെ സാധനം തീർത്തും ഞാൻ ജസ്റ്റിൽ കൊണ്ടാച്ച്. അത് കുറച്ച് നഷ്ടം. നഷ്ടമൊന്നുമില്ല, എന്നാലും നഷ്ടമൊന്നുമില്ല. പക്ഷെങ്കിൽ ഈ സ്ഥലം അങ്ങ് പോയി, അത്രയേ ഉള്ളൂ. അതൊന്നും എനിക്ക് കുഴപ്പമില്ല. നല്ല അവർക്കിട്ട് നല്ല പണി കിട്ടി. പക്ഷെ എൻ്റെ ലൈറ്റർ കാണുന്നില്ല. മറ്റേ മാച്ച് ബോക്സ് അത് കാണുന്നില്ല. കണ്ട അവിടെ കുറച്ച് TNT ഉണ്ട്, അതിങ്ങ് എടുക്കാം. എൻ്റെ കുറച്ച് കൊത്തിയെടുക്കാം. അതും കിട്ടി. അതും എടുത്ത് അതിന് നേരെ നമുക്ക് എൻ്റെ കുറച്ച് ഈ കൃഷിയിടത്തിലങ്ങ് പോകാം. കൃഷിയിടം ഞാൻ കുടുങ്ങിയില്ല. പക്ഷെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്ത് പോവേ കുറച്ച് റിസ്ക്. ഇപ്പം പോയി. എനിക്കിങ്ങനെ നീങ്ങിപ്പോകാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇപ്പം അങ്ങ് തണ്ണിമത്തനെല്ലാം കാണുന്നില്ലേ, അതാണ് എൻ്റെ ഫാം. എന്തോ ലേഖടിക്കുന്നത്. ഞാൻ ബോൺ മീൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബോൺ മീൽ എന്തിനാണെന്നറിയാമല്ലോ. കുറച്ച് ഇതാക്കാനാണ്. പൊടിച്ചു. ക്യാരറ്റാണ് ഇത്. എനിക്ക് ബീട്രൂട്ടല്ലേ കുഞ്ഞാവേ കൊണ്ട്. ബീട്രൂട്ട് ഇതേതാ? ഇത് വീറ്റ്. ഞങ്ങൾക്ക് എൻ്റെ അടുത്ത് 3 ഉള്ളൂ. ഇതല്ലേ വീറ്റ്? അല്ല, ബീട്രൂട്ട്. അല്ല, ഇത് ക്യാരറ്റാണല്ലോ. എന്തെന്നാണ് ഇത്? എന്തെങ്കിലും ആക്കുക. കഴിഞ്ഞ് മുമ്പാവാ. ഇതെന്തിൻ്റെ കുത്തേനു? പംകിൻ സീഡിൻ്റെ അല്ലേ? പംകിൻ സീഡ്. കുറച്ച് ക്യാരറ്റ് അങ്ങ് എടുക്കുക, എന്നിട്ട് പംകിൻ സീഡ് അങ്ങ് ഇടാം. കുറേ 30 കിട്ടിയിട്ടുണ്ട്. കിട്ടി.
മുപ്പത്തെണ്ണം കിട്ടി. ഒരു ക്യാരറ്റും കൂടി കിട്ടി. ഒരു ബീട്രൂട്ട് അപ്പാട് കൊത്തിപ്പോന്ന് ഗൈസ്. എന്ത് കഷ്ടമാണ്, വല്ലാത്ത കഷ്ടം. അപ്പോൾ വല്ലാത്ത കഷ്ടം. ഇനി നമ്മളെ ലേഖടിക്കുന്ന വല്ലാണ്ട്. അപ്പോൾ ഞാൻ ഈ മത്തനും ഒന്ന് വെട്ടിയിടുന്നില്ല. ഞാൻ പോയിട്ട് പിന്നെ വരാമെന്നല്ലേ. എല്ലാവരും ടാറ്റ ബൈ ബൈ. ഈ വീഡിയോ ഞാൻ വീട്ടിൽ പോയി നിന്ന് അവസാനിപ്പിക്കുകയാണ്. കുന്നും കുഴിയാണ് ഗൈസ്. അപ്പം ടാറ്റ ബൈ ബൈ, സീ യു.